പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നമുക്ക് ആക്ടിവിറ്റി 1 ലിസൺ ആൻഡ് ഡു എന്ന് പറയുന്ന പ്രവർത്തനമാണ് വന്നിരിക്കുന്നത്. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. അതായത് ടീച്ചറുടെ കയ്യിലൊരു ചെറിയൊരു പേപ്പർ ഉണ്ട്. ആ പേപ്പറിൽ ടീച്ചർ ഓരോ കാര്യങ്ങൾ പറയും. അത് നോക്കിയിട്ട് നമ്മളോട് ടിക്ക്, ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെങ്കിൽ ശരി എന്ന് അടയാളപ്പെടുത്തുക, തെറ്റാണെങ്കിൽ തെറ്റ് എന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറന്നു പോകാൻ പാടില്ല. താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ഞെക്കി കൊടുക്കുക. ഓക്കെ, റെഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി 2 ആണ്. ഇവിടെ കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആണ്. വാട്ട് ഇസ് ദ പപ്പി ആസ്ക് ദ ക്യാറ്റ് ആണ് കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അപ്പോൾ യെസ് ഐ ക്യാൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത് ക്യാൻ യു സേ മ്യൂ അല്ലേ, അതാണ് നമ്മളവിടെ എഴുതി കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കളർ ദ പാരറ്റ്. ആ പാരറ്റിനെ നമ്മൾ കളർ കൊടുക്കുകയും ചെയ്യുക, പാരറ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതിനുള്ള പ്രവർത്തനമാണ് മൂന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ ആണ്. അപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ആ ഡിസ്ക്രൈബ് ചെയ്യാനുള്ളത് ദിസ് ഈസ് എ പാരറ്റ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഗ്രീൻ. ദ പാരറ്റ് ഹാസ് 2 legs അല്ലെങ്കിൽ വിങ്സ് എന്ന് എഴുതാം. ഇറ്റ് ഈസ് സിറ്റിംഗ് ഓൺ എ ട്രീ. ദ പാരറ്റ് ക്യാൻ ഫ്ലൈ ആണ്. അതേപോലെ തന്നെ ഒരുപാട് ജീവികളുടെ ചിത്രങ്ങൾ സൈഡ് കൊടുത്തിട്ടുണ്ട്. മാച്ച് ദ പിക്ചർ വിത്ത് ദ സെൻറ്റൻസ് എന്നാണ് കൊടുത്തത്. നമ്മൾ ലൈൻ വരച്ച് കൊടുത്തിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ അതിൽ കോഴിയുടേത് ഐ സേ കോക്ക് ഐ ഡൂഡിൽ 2. അതുപോലെ തന്നെ അത് ഫ്രോഗ് വരുന്നത് ഐ ക്യാൻ ജമ്പ് ആണ്. പിന്നെ ഐ ആം ബ്ലാക്ക് എലിഫൻറ്റ് വരുന്നു. ഐ ആം എ ഡോഗ് എന്ന് പറയുന്നത് നായക്ക് നേരെ വരച്ചു കൊടുക്കുന്നു. ഐ ലൈക്ക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ബീക്ക് നേരെ നമ്മൾ എന്ത് ചെയ്യുക, വരച്ചു കൊടുക്കുകയാണ്. ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വളരെ ഈസി ഉള്ളൊരു ചോദ്യമായിരുന്നു. ആക്ടിവിറ്റി 5 ആഡ് എ ലൈൻ ടു ദ സോങ് ആണ്. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സിങ് ആഫ്റ്റർ ഹെർ. ആഡ് എ ലൈൻ ടു ദ സോങ്. ഹൈ ഡിയർ ഫ്രണ്ട്സ് കം വിത്ത് മീ ലെറ്റ് us ഡാൻസ് അണ്ടർ ദ ട്രീ. ഹൈ ഡിയർ ഫ്രണ്ട്സ് കം വിത്ത് മീ ലെറ്റ് us വോക്ക് അണ്ടർ ദ ട്രീ. പിന്നെ അവസാനം ഡെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡെക്കിനെ നമ്മൾ എഴുതി കൊടുക്കുക ഹൈ ഡിയർ ഫ്രണ്ട്സ് കം വിത്ത് മീ ലെറ്റ് us സ്വിം അണ്ടർ ദ ട്രീ എന്നാണ്. അപ്പോൾ വളരെ ഈസിയുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. എല്ലാ മക്കൾക്കും നല്ല മാർക്ക് ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. അടുത്ത പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതൊക്കെ കണ്ട് ഉഷാറാക്കിയിട്ട് സെറ്റാക്കി പഠിക്കുക. ഓക്കെ, ബൈ ബൈ.